നാം ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോകൾ, വീഡിയോകൾ അതൊക്കെ ക്വാളിറ്റി കൂട്ടുന്നതിന് സാധാരണയായി നാം ഉപയോഗിക്കുന്നത് റീമിനി എന്നുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കുമല്ലോ. എന്നാൽ അതിന് നമുക്കറിയാം പല ലിമിറ്റേഷനുകളുണ്ട്. അത് മാത്രമല്ല ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള റെസൊല്യൂഷൻ കൂട്ടുന്നത് മാത്രമല്ല ബാക്കിയുള്ള എഡിറ്റിംഗ്, ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യുന്നത്, സ്റ്റെബിലൈസേഷൻ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സിംഗിൾ ക്ലിക്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇതിന്റെ ഫ്രീ വെർഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കാണ് എല്ലാ ഫീച്ചറുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. അതുപോലെ അതിനകത്തുള്ള തന്നെ പ്രോ ഫീച്ചറുകളും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാം ഫ്രീ ആയി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബോഡി APKയുടെ ലിങ്കും അതുപോലെ ഒറിജിനൽ ഫ്രീ വെർഷന്റെ ലിങ്കും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടുതലായിട്ട് സെറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ഞാൻ പറഞ്ഞു ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കൂടുതലായിട്ടുള്ള സെറ്റപ്പുകളൊന്നുമില്ല. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് APK വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഒറിജിനലാണ് വേണ്ടത് എങ്കിൽ അതും ചെയ്യാം. രണ്ടും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഫ്രീ വെർഷനിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതെല്ലാം അൺലോക്ക് ചെയ്തുകൊണ്ടുള്ള APK വെർഷനാണ്. സെക്യൂർ ആയിട്ട് തന്നെയുള്ളതാണ്, ചെക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം ചോദിക്കുന്ന പെർമിഷനുകൾക്ക് അല നൽകുക. വിങ്കിറ്റ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഞാൻ ഇതിൻ്റെ പ്രോ വെർഷനാണ് ഉപയോഗിക്കുന്നത്. സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം, സേഫ് ആണ്. സാധാരണ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ചോദിക്കുന്ന അതേ പെർമിഷനുകൾ മാത്രമാണ് ഇതിന് ചോദിക്കുന്നത്. എക്സ്ട്രാ ഒന്നും ചോദിക്കുകയില്ല. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഡെമോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. AI റീസ്റ്റോറേഷൻ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇവിടെ കാണിച്ചതുപോലെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോകളായാലും ശരി, വീഡിയോകളായാലും ശരി, ഇതേ രീതിയിൽ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഓൾറെഡി. അതും ഇവിടെ റീസെന്റ് ട്രാക്സ് എന്നുള്ള ഭാഗത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ 4K സൂപ്പർ റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ തന്നെയാണിതും. ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോ ആണോ അത് സെലക്ട് ചെയ്യുക. ക്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെയും അതുപോലെ ഫയൽ സൈസിനെയും അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഇവിടെ നിന്ന് 2K QHD അതുപോലെ അൾട്രാ UHD എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് പൂർണ്ണമാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങൾ ചെയ്ത ആ ഒരു പ്രോസസ്സിലേക്ക് മാറുന്നതായിരിക്കും. ഇവിടെ അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേ രീതിയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ റിമൂവ് ചെയ്യാനാണ് വേണ്ടതെങ്കിൽ അതും ഇതേ രീതിയിൽ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോകളോ വീഡിയോകളോ സെലക്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മറ്റൊരു ഓപ്ഷനാണ്, ഞാൻ എല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് AI എക്സ്പാൻഡ് എന്നുള്ളത്. അഥവാ ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണം, അതും നിങ്ങൾക്ക് ചെയ്യാം. എത്രയാണോ വേണ്ടത് അത് ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് എക്സ്പാൻഡ് എന്നുള്ളത് നൽകിക്കഴിഞ്ഞാൽ അതിന് പുറത്തേക്കും നിങ്ങളുടെ ഫോട്ടോ വലുതാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഥവാ ഏതെങ്കിലും ഒരു ചെറിയ ചുറ്റുള്ള ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നൽകുന്നതായിരിക്കും. ഇനി കൂടുതൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായി മാച്ച് ആവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അതേ രീതിയിൽ അടുത്തുള്ള ഓപ്ഷനാണ് AI കളർ ഗ്രേഡിംഗ് എന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോയെ കളർ ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ റീടച്ച്, ഫേസിലുള്ള എന്തെങ്കിലും റിമാർക്ക് അങ്ങനെയുള്ളവയൊക്കെ ഉണ്ടെങ്കിൽ അത് റീടച്ച് ചെയ്യാം. അതുപോലെ നോയ്സുകൾ ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ ഒരു പകലിലുള്ള ഫോട്ടോ നൈറ്റ് മോഡിലേക്കാക്കി മാറ്റാം. അതല്ലെങ്കിൽ നൈറ്റിലുള്ളത് നിങ്ങൾക്ക് പകലിലേക്കാക്കി മാറ്റാം. അതുപോലെ സ്റ്റെബിലൈസേഷൻ, വീഡിയോ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ നിങ്ങളുടെ വീഡിയോയിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഫോട്ടോയിലുണ്ടെങ്കിൽ അതിനെ ഇതേ രീതിയിൽ റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഉപയോഗിച്ച് നോക്കുക. എല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുന്നത് കൊണ്ട് തൽക്കാലം ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത് മാത്രം. ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.